പള്ളുരുത്തി മാർക്കറ്റിന് സമീപമുള്ള അശാസ്ത്രീയ കാന സ്ലാബ് നിർമ്മാണം മൂലം കുടിവെള്ളം ലഭിക്കാതെ പ്രദേശവാസികൾ ദുരിതത്തിൽ. ആവശ്യമായ സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മാർക്കറ്റിലേക്കുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം തടയേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ മെട്രോ 7 ന്യൂസിനോട്. പള്ളുരുത്തി മാർക്കറ്റിന് സമീപമുള്ള അശാസ്ത്രീയ കാന സ്ലാബ് നിർമ്മാണം പ്രദേശവാസികൾക്ക് ദുരിതമായി. ആവശ്യമായ സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇങ്ങനെ പൊട്ടണോണ്ട് വെള്ളം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഞങ്ങൾക്ക്. ഞങ്ങളൊക്കെ മോട്ടറൊന്നും വെച്ച് ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. തന്നെ നേരിട്ട് തന്നെ വെള്ളമാണ്, അതുകൊണ്ട് വരണേ ഇല്ല. ഭയങ്കര പ്രയാസമാണ് വെള്ളം കിട്ടാനായിട്ട്. എപ്പോഴും ഇപ്പോൾ പല തവണയായി പൊട്ടണം. ഞങ്ങൾ എന്നിട്ട് വിളിച്ച് പറയാറുമുണ്ട് അവരോട്. വലിയ വണ്ടികൾ പോകുമ്പോഴത്തേക്കുമാണ് ഈ പ്രശ്നം ഉണ്ടാകണം. സ്ലാബ് അതിനകത്തോട്ട് അഴുക്ക് വെള്ളവും കയറുന്നുണ്ട്. മാർക്കറ്റിലേക്കുള്ള വലിയ ചരക്ക് വണ്ടികൾ സ്ലാബുകൾക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ സ്ലാബുകൾ തെന്നിമാറി കാനയിലേക്ക് വീഴുകയും ഇതോടെ ജലപൈപ്പുകൾ പൊട്ടി കുടിവെള്ള വിതരണം തുടർച്ചയായി മുടങ്ങുകയുമാണ്. ഏകദേശം 15ഓളം കുടുംബങ്ങൾ ദിവസങ്ങളായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 2-3 ദിവസത്തിനകം ശരിയാക്കും എന്ന പതിവ് വാഗ്ദാനം മാത്രമാണ് അധികൃതർ നൽകുന്നതെന്നും ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. 3ാമത്തെ വട്ടമാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു 5-8 വീടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും വെള്ളം കിട്ടണില്ല. മെയിൻ ഈ വലിയ വണ്ടികൾ പോകുമ്പോഴാണ് ഈ പൈപ്പ് പൊട്ടലും ഈ സ്ലാബ് വീഴുന്നതൊക്കെ. ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മാർക്കറ്റിലേക്കുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം തടയേണ്ടി വരുമെന്ന് പരിസരവാസികൾ മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. 3 ആഴ്ചയായിട്ട് ഇപ്പോൾ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വലിയ വണ്ടികളൊക്കെ ഇനി ഇതിനെ വിടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുമല്ല, നമ്മളിപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് തടയേണ്ടി വരും. മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന വണ്ടികളൊക്കെ തടഞ്ഞു കഴിയുമ്പോൾ അതും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനിയുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ പൈപ്പ് ഒന്നില്ലെങ്കിൽ റോഡ് ശരിയാക്കണം, പുതിയൊരു സ്ലാബിട്ട് ഇത് ചെയ്തു തരേണ്ടി വരും. അതിനിപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലർ ആരാന്ന് വെച്ചാൽ അവരായിട്ട് ബന്ധപ്പെട്ട് അവരിതിപ്പോൾ അറിഞ്ഞ് കാര്യങ്ങൾ നടത്തി തരാൻ നമ്മൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അധികൃതർ ഉടൻ ഇടപെട്ട് സുരക്ഷിതവും ശാസ്ത്രീയവുമായ പരിഹാരം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ശരിയാക്കിയിട്ട് പോയപ്പോഴേക്കും അവർ പറഞ്ഞത് ഹൗസ് കണക്ഷൻ ആയതുകൊണ്ട് സ്വന്തം കയ്യിലെ പൈസ ഇട്ട് അവരെ വിളിച്ച് ശരിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവർ വന്ന് ശരിയാക്കി തരില്ല, നമ്മൾ പൈസ ഇട്ട് ശരിയാക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,